പ്ലസ് ടു ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആയിരുന്ന സാമുവൽ ഹണ്ടർ ക്രിസ്റ്റേ 1833 ആദ്യമായി വീസ്റ്റൺസ് ബ്രിഡ്ജ് ആവിഷ്കരിച്ചെങ്കിലും ചാൾസ് വീസ്റ്റോൺ ആണ് അത് പരിഷ്കരിച്ചത്. അദ്ദേഹത്തിന്റെ പേരിൽ വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്നാണ് ഈ സർക്യൂട്ട് ഇന്ന് അറിയപ്പെടുന്നത്. Weissen's bridge is an arrangement to measure accurately an unknown resistance. Unknown resistance മെഷർ ചെയ്യാനാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. കിർച്ചോഫ്സ് നിയമങ്ങളാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. കിർച്ചോഫ്സ് ലോയെ ബേസ് ചെയ്താണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്. ചിത്രത്തിൽ തന്നിരിക്കുന്നത് പോലെ 4 റെസിസ്റ്ററുകൾ PQRS ഉപയോഗിച്ച് ABCD എന്ന ഒരു ക്ലോസ്ഡ് നെറ്റ്വർക്ക് നിർമ്മിച്ചിരിക്കുന്നു. PQRS എന്ന 4 റെസിസ്റ്ററുകൾ ഉപയോഗിച്ച് ഒരു ക്ലോസ്ഡ് നെറ്റ്വർക്ക് ABCD ഫോം ചെയ്തിരിക്കുന്നു. ഇവിടെ PQRS എന്ന് പറയുന്ന 4 റെസിസ്റ്ററുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിലെ PQR ഇവ മൂന്നും നോൺ റെസിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂസ് അറിയാം. എസ് എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന ഈ റെസിസ്റ്റർ ഇതിന് അൺനോൺ റെസിസ്റ്റർ ആണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. ഇത് ആണ് ഈ അൺനോൺ റെസിസ്റ്റൻസ്. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. സർക്യൂട്ടിലെ എ എന്ന പോയിന്റിനും സിക്കും ഇടയിലായി ഒരു സെല്ലും കീയും കണക്ട് ചെയ്തിരിക്കുന്നു. സർക്യൂട്ടിലെ എയ്ക്കും സിക്കും ഇടയിലായി നമ്മളൊരു സെല്ലും കീയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെല്ലിന്റെ EMF E ആണ്. അതുപോലെ തന്നെ സർക്യൂട്ടിലെ ബി എന്ന പോയിന്റിനും ഡിക്കും ഇടയിലായി ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ബിക്കും ഡിക്കും സർക്യൂട്ടിലെ ബി എന്ന പോയിന്റിനും ഡിക്കും ഇടയിലായി ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് G ആണ്. ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് ഇവിടെ G ആയിട്ട് എടുത്തിരിക്കുന്നത്. ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് G ആണ്. സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഡിറ്റക്ട് ചെയ്യാനാണ് ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത്. ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഡിറ്റക്ട് ചെയ്യാനാണ് ഗാൽവനോമീറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ സർക്യൂട്ടിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് 4 റെസിസ്റ്റേഴ്സ് PQ, R and S to form a closed network ABCD. A cell of EMF E and a key is connected between the points A and C. A galvanometer with resistance G is connected between B and D. Galvanometer G ബിക്കും ഡിക്കും ഇടയിലായി കണക്ട് ചെയ്തിരിക്കുന്നു. When the key is closed, a current I flows from the cell and reaches at A. സർക്യൂട്ട് ക്ലോസ് ആകുന്നു. ഞാൻ കീ ഓൺ ആകുന്ന സമയത്ത് സർക്യൂട്ടിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ടാണ് I എന്ന് പറയുന്ന കറണ്ട്. ആ കറണ്ട് ഫ്ലോ ചെയ്ത് എ എന്ന പോയിന്റിൽ എത്തുന്നു. ഓൺ റീച്ചിങ് എ, ദ കറണ്ട് I splits up into I1 and I2. ഈ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ കറണ്ട് I1 I2 എന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. I എന്ന കറണ്ട് എ എന്ന പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ അത് I1 എന്നും I2 എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. I1 എന്ന കറണ്ട് P എന്ന റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്നു. I2 എന്ന കറണ്ട് R-ലൂടെ കടന്നു പോകുന്നു. അതുപോലെ തന്നെ ഓൺ റീച്ചിങ് അറ്റ് ബി, ഈ I1 എന്ന് പറയുന്ന കറണ്ട് P-യിലൂടെ കടന്നുപോയി ബിയിൽ എത്തിച്ചേരുന്നു. I1 വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. I1 സ്പ്ലിറ്റ്സ് അപ്പ് ഇൻറ്റു I3 ആൻഡ് IG. ബിയിലെത്തുമ്പോൾ I1 എന്ന് പറയുന്ന കറണ്ട് I3 എന്നും IG എന്നും രണ്ടായിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. I3 Q എന്ന റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്നു. ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് IG, ഗാൽവനോമീറ്റർ കറണ്ട്. I4 is the sum of I2 and IG. I4 എന്ന് പറയുന്ന കറണ്ട് ഇതാണ്. I4 എന്ന് പറയുന്ന കറണ്ട് ഇത് I2-ന്റെയും IG-യുടെയും സം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
I2 എന്ന് പറയുന്ന കറണ്ട് ഇതാണ്. ഈ കറണ്ട് തന്നെയാണ് I4ലൂടെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഗാൽവനോമീറ്ററിലൂടെ വരുന്ന കറണ്ട് IG-യും I4ലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് I4 എന്ന് പറയുന്ന കറണ്ട് ഗാൽവനോമീറ്റർ കറണ്ടിന്റെയും I2വിന്റെയും സമ്മാണ്. I4 ഈസ് ദ സം ഓഫ് I2 ആൻഡ് IG. ഇനി ഇവിടെ രണ്ട് ക്ലോസ്ഡ് ലൂപ്പുകൾ ഉണ്ട്. ലൂപ്പ് ABDA, ലൂപ്പ് ABDA എന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ BCDB എന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പ്. രണ്ട് ക്ലോസ്ഡ് ലൂപ്പുകളാണുള്ളത്. ABDAയും അതുപോലെ തന്നെ ലൂപ്പ് BCDBയും. അപ്പോൾ ഈ കിർച്ചോഫ്സ് ലോ നമ്മൾ ആദ്യത്തെ ലൂപ്പിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ABDA എന്ന് പറയുന്ന ABDA എന്ന ലൂപ്പിലേക്ക് നമ്മൾ കിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യുന്നു. കിർച്ചോഫ്സ് ലോ എന്ന് പറഞ്ഞതാണ് നമ്മൾ സെക്കൻഡ് ലോയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും പ്രോഡക്റ്റുകളുടെ സമ്മ് EMFന് തുല്യമാണെന്നാണ് നമ്മൾ കിർച്ചോഫ് സെക്കൻഡ് ലോയിൽ പറയുന്നത്. ഇപ്പോൾ നോക്കാം, I1 അതാണ് ഫസ്റ്റ് കറണ്ട്. I1 അവിടെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് P ആണ്. അതുകൊണ്ട് I1P. പിന്നെ നോക്കുക അടുത്ത കറണ്ട്, അതേ ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട് ഫ്ലോ ഉള്ളത്. അപ്പോൾ എങ്ങനെ കിട്ടും? IG × G പ്ലസ് IG × G. I1P പ്ലസ് IG × G. ഇനി ഇതിലാണ് വരുന്നത്, ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് വരുന്നത്. കറണ്ട് ഫ്ലോ ഈ ഡയറക്ഷനിലാണ് വന്നത്. ഇവിടെ എത്തുമ്പോൾ കറണ്ട് ഫ്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നു. ഇവിടെയുള്ള കറണ്ട് I2 ആണ്, റെസിസ്റ്റർ R ആണ്. അതുകൊണ്ട് I2 × R is equal to. അതുപോലെ തന്നെ ഇവിടെ ഈ സർക്യൂട്ടിൽ ക്ലോസ്ഡ് സർക്യൂട്ട് ABDAയിൽ സെല്ലുകളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിന്റെ EMF 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. I1P പ്ലസ് IGG മൈനസ് I2R is equal to 0. I1P plus IGG minus I2R is equal to 0. ഇനി അടുത്ത ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. BCDB. ഇവിടെയും കിർച്ചോഫ് സെക്കൻഡ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇവിടെയുള്ള കറണ്ട് നമുക്ക് നോക്കാം. I3 ആണ് കറണ്ട്, അവിടെയുള്ള റെസിസ്റ്റൻസ് Q ആണ്. അപ്പോൾ I3Q. ഈ കറണ്ട് ഇവിടെ എത്തുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് I4 വരുന്നത്. അതുകൊണ്ട് അവിടെ മൈനസ് സൈൻ വന്നിരിക്കുന്നു. I4S. വീണ്ടും ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. IG-യുടെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയതിനാൽ മൈനസ് IGG. അതുപോലെ തന്നെ ഇവിടെയും സെല്ലുകളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് EMF 0 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും I3Q മൈനസ് I4S മൈനസ് IGG is equal to 0. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണ് കിട്ടിയത്. രണ്ട് ലൂപ്പുകളിൽ ABDA എന്ന് പറയുന്ന ലൂപ്പിലെ ഇക്വേഷൻ I1P പ്ലസ് IGG മൈനസ് I2R is equal to 0. നെക്സ്റ്റ് ലൂപ്പ് BCDB I3Q മൈനസ് I4S മൈനസ് IGG is equal to 0. സർക്യൂട്ടിൽ PQR എന്ന് പറയുന്ന 3 റെസിസ്റ്റൻസുകൾ ഉണ്ട്. അത് മൂന്നും നമുക്കറിയാം നോൺ റെസിസ്റ്റൻസ് ആണെന്ന് അറിയാം. അത് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഒരു റെസിസ്റ്റൻസ് ബോക്സ് ഉപയോഗിച്ച് നമുക്കറിയാവുന്ന വാല്യൂസ് ആണ് നൽകിയിരിക്കുന്നത്. എന്നാൽ S എന്ന് പറയുന്നത് അൺനോൺ റെസിസ്റ്റൻസ് ആണ്. എസിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. എസിന്റെ വാല്യൂ ആണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അപ്പം വാല്യൂസ് ഓഫ് PQ and R are known resistance and S is the unknown resistance. Adjust the values of P, Q and R such that there is no current flow through the galvanometer. കറണ്ട് ഫ്ലോ ഗാൽവനോമീറ്ററിലൂടെ ഉള്ള കറണ്ട് ഫ്ലോ 0 ആയിട്ട് ലഭിക്കത്തക്ക രീതിയിൽ നമ്മൾ Pയുടെയും Qവിന്റെയും Rന്റെയും വാല്യൂസ് നമ്മൾ
അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതായത് പി ക്യു ആർ എന്നീ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് ബ്രിഡ്ജിനെ നമ്മൾ ബാലൻസിങ് കണ്ടീഷനിലേക്ക് ആക്കുകയാണ്. ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുകയാണ്. പി ക്യു ആറിന്റെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്ത് ബ്രിഡ്ജിനെ ബാലൻസ് ചെയ്യുന്നു. ഗാൽവോമീറ്ററിലൂടെയുള്ള കറണ്ട് ഫ്ലോ 0 ആകുമ്പോഴാണ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന കറണ്ട്, ഈ ഐ എന്ന് പറയുന്ന കറണ്ട് ഈ എ എന്ന് പറയുന്ന പോയിന്റിലെത്തി I1 എന്നും I2 എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ I1 ബിയിലെത്തുന്നു, I3യിലൂടെ കടന്നു പോകുന്നു, സിയിലെത്തുന്നു. അതുപോലെ തന്നെ I2 ഡിയിലെത്തുന്നു, I4യിലൂടെ കടന്നു പോകുന്നു, സിയിലെത്തുന്നു. സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നു. എന്ന് പറഞ്ഞാൽ ഈ ബി ടു ഡി എന്ന് പറയുന്ന ഈ ലൈനിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. ഗാൽവോമീറ്ററിലൂടെയുള്ള കറണ്ട് ഫ്ലോ ഇല്ല. I1 എന്ന് പറയുന്ന കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഈ ക്യൂ എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ കടന്നു പോകും. I2 എന്ന് പറയുന്ന പോയിന്റ് ഡിയിൽ എത്തിക്കഴിഞ്ഞാൽ എസിലൂടെ കടന്നു പോകും. ഈ ബി ഡി എന്ന് പറയുന്ന ലൈനിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. അതായത് ഗാൽവോമീറ്റർ കറണ്ട് 0 ആയിരിക്കും. ഈ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ബാലൻസിങ് കണ്ടീഷൻ, അല്ലെങ്കിൽ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെന്ന് നമ്മൾ പറയും. അതായത് ഐ എന്ന കറണ്ട് I1 എന്ന കറണ്ട്, അതായത് I1 എന്ന കറണ്ട് തന്നെയായിരിക്കും ക്യൂവിലൂടെ കടന്നു പോകുന്നത്, I2 തന്നെയായിരിക്കും എസിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെയെങ്കിൽ ബാലൻസിങ് കണ്ടീഷനിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻ ബാലൻസിങ് കണ്ടീഷൻ IG ഈസ് ഈക്വൽ ടു 0. ഗാൽവോമീറ്ററിലൂടെ കറണ്ട് ഒന്നും കടന്നു പോകുന്നില്ല. ഗാൽവോമീറ്ററിലൂടെയുള്ള കറണ്ട് ഫ്ലോ 0 ആണ്. അങ്ങനെയെങ്കിൽ I1 ഈസ് ഈക്വൽ ടു I3. I1 എന്ന് പറയുന്ന അതേ കറണ്ട് തന്നെയായിരിക്കും ഈ ക്യൂവിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് I1 ഉം I3 യും ഈക്വൽ ആയിരിക്കും. ദെൻ I2 എന്ന് പറയുന്ന അതേ കറണ്ട് തന്നെയാണ് എസിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് I2 ഈസ് ഈക്വൽ ടു I4 നമുക്ക് പറയാം. I1 തന്നെയാണ് ഈ ബ്രാഞ്ചിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് I1 ഈസ് ഈക്വൽ ടു I3 എന്ന് പറയാം. ആൻഡ് I2 ഈസ് ഈക്വൽ ടു I4 നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് കിട്ടിയ 3 കണ്ടീഷൻസ് ആണുള്ളത്. IG ഈസ് ഈക്വൽ ടു 0, ഗാൽവോമീറ്റർ കറണ്ട് 0 ആണ്. I1 ഈസ് ഈക്വൽ ടു I3 ആണ്. I2 ഈസ് ഈക്വൽ ടു I4 ആണ്. ഇത് നമ്മുടെ 2 ഇക്വേഷൻ്റെ അകത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. Therefore ഇക്വേഷൻ 1 becomes, ഇക്വേഷൻ 1 ഇവിടെ തന്നിട്ടുണ്ട്, ഒന്നുകൂടെ നമുക്ക് നോക്കാം. I1P പ്ലസ് IGG മൈനസ് I2R ഈസ് ഈക്വൽ ടു 0. ഇതായിരുന്നു ഇക്വേഷൻ 1. ഇതിൻ്റെ അകത്ത് IG-യുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് ഈ ടേം മുഴുവൻ 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, I1P മൈനസ് I2R ഈസ് ഈക്വൽ ടു 0 നമുക്ക് ലഭിക്കാം. റൈറ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ I1P ഈസ് ഈക്വൽ ടു I2R നമുക്ക് ലഭിക്കും. ഇക്വേഷൻ നമ്പർ 3, I1P ഈസ് ഈക്വൽ ടു I2R. ഇനി ഇക്വേഷൻ 2 നമുക്ക് നോക്കാം. ഇക്വേഷൻ 2 ഇതായിരുന്നു, I3Q മൈനസ് IGG മൈനസ് I4S ഈസ് ഈക്വൽ ടു 0. ഇതായിരുന്നു ഇക്വേഷൻ നമ്പർ 2. ഇവിടെ സെക്കൻഡ് ടേം 0 ആയി പോകും. IG-യുടെ വാല്യൂ 0 ആയതുകൊണ്ട് സെക്കൻഡ് ടേം 0 ആയി പോകും. നമുക്ക് ഇങ്ങനെ കിട്ടും, I1Q മൈനസ് I2S. എന്തുകൊണ്ടാണ് I4S എന്നായിരുന്നു നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. I2 ഈസ് ഈക്വൽ ടു I4 നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ടീഷൻ. I2 ഈസ് ഈക്വൽ ടു I4 ആണ്. അതുകൊണ്ട് ഈ I4 എന്ന് പകരം നമുക്ക് I2S എന്നെഴുതാം. I2S ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് I1Q ഈസ് ഈക്വൽ ടു I2S. ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 I1P ഈസ് ഈക്വൽ ടു I2 ആകുന്നു. ഇക്വേഷൻ നമ്പർ 4 I1Q ഈസ് ഈക്വൽ ടു I2S എന്നും ലഭിച്ചു. ഡിവൈഡിങ് ഇക്വേഷൻ 3 ബൈ ഇക്വേഷൻ 4. ഇക്വേഷൻ 3യെ നമ്മൾ ഇക്വേഷൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ കിട്ടും, I1P ഡിവൈഡ് ബൈ I1Q is equal to റൈറ്റ് സൈഡ് I2R ഡിവൈഡ് ബൈ I2S. I1 ഉം I1 ഉം ക്യാൻസൽ ആകും, I2 ഉം I2 ഉം ക്യാൻസൽ ആകും. നമുക്ക് ഇങ്ങനെ കിട്ടും, P by Q is equal to R by S. This is the Wheatstone's principle. P by Q is equal to R by S. ഇതാണ് Wheatstone's principle എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എസ് ആയിരുന്നു അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എസ് കണ്ടുപിടിക്കാൻ നമ്മൾ എസിനെ ഇങ്ങോട്ട് മാറ്റുന്നു, പി ഇവിടെ വരും, അതുപോലെ തന്നെ ക്യൂ ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, അൺനോൺ റെസിസ്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു ആർ ക്യൂ ഡിവൈഡഡ് ബൈ പി എന്ന് നമുക്ക് ലഭിക്കും. ക്യൂ ഈ ടൈമിലേക്ക് വരുന്നു, പി താഴേക്ക് വരുന്നു, എസ്. അപ്പോൾ നമുക്ക് എസ് ഇസ് ഈക്വൽ ടു ആർ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ. ഇങ്ങനെയാണ് അൺനോൺ റെസിസ്റ്റൻസ് വീസ്റ്റൺസ് ബ്രിഡ്ജ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എസ്. ഇതാണ് വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒരു തവണ കൂടി കാണുക, അപ്പോൾ നന്നായിട്ട് മനസ്സിലാകും. അടുത്ത ക്ലാസ്സിൽ
നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.